നമസ്കാരം. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് ശേഷം രാജ്യം കണ്ടത് സുപ്രധാന രാഷ്ട്രീയ നീക്കങ്ങളായിരുന്നു. അതിൽ ഏറ്റവും ഒടുവിലത്തേത് മാത്രമാണ് ബീഹാറിൽ JDU NDAയുടെ ഭാഗമാകുന്നത്. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ബംഗാളിന്റെ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസിന്റെ അധ്യക്ഷയുമായ മമതാ ബാനർജി വ്യക്തമാക്കിയത് തങ്ങൾ INDA എന്ന സഖ്യത്തിനൊപ്പം നിന്ന് മത്സരിക്കുന്നില്ല, മറിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് എല്ലാ സീറ്റുകളിലും മത്സരിക്കുമെന്ന്. അതിനോടൊപ്പം തന്നെ INDA സഖ്യത്തിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ ആം ആദ്മി പാർട്ടി, അവിടെ കെജ്രിവാളും കോൺഗ്രസിനോടുള്ള കൂട്ട് ഏറെക്കുറെ വെട്ടിയ മട്ട് തന്നെയാണ്. ഇനി ഫറൂഖ് അബ്ദുള്ളയുടെ കാര്യത്തിലാവട്ടെ, അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും മുതിർന്ന നേതാക്കളും അണികളും ഉൾപ്പെടെ BJP പാളയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. സത്യത്തിൽ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് വലിയ ആശങ്കയാണ് ഈ സമയത്തുള്ളത്. കാരണം ഒന്നുകിൽ എവിടെയും എത്താത്ത ഒരു തട്ടിക്കൂട്ട് മുന്നണിയിൽ നിന്നുകൊണ്ട്, അടിയുറച്ചു നിന്നുകൊണ്ട് അവിടെ സ്വയം എരിഞ്ഞടങ്ങുക എന്നത്, അല്ലെങ്കിൽ ഉയർത്തിപ്പിടിച്ച നിലപാടുകളൊക്കെ തൽക്കാലത്തേക്ക് മറന്നുകൊണ്ട് രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി മറ്റൊരു കക്ഷിയുടെ ഭാഗമാവുക എന്നത് കാലുമാറ്റം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ആത്മഹത്യക്കും ജീവിതത്തിനും ഇടയിലൂടെയാണ് രാജ്യത്തെ ഈ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളെല്ലാം കടന്നു പോകുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. അവിടെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ അയോധ്യയും രാമക്ഷേത്രവും ഒക്കെ ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞു വീശുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ബീഹാറിലെ രാഷ്ട്രീയ നീക്കത്തെക്കുറിച്ച് പറഞ്ഞ ഒരു കാരണം ഇതായിരുന്നു. എന്തുകൊണ്ട് നിതീഷ് കുമാർ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തു എന്നതിന് ചില ന്യായങ്ങളൊക്കെ പല മാധ്യമങ്ങളും മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് INDAയുടെ യോഗത്തിൽ വെച്ച് നിതീഷ് കുമാറിനെ കൺവീനർ ആക്കാനുള്ള ആവശ്യം, അത് CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ മുന്നോട്ട് വെച്ചപ്പോൾ മിക്ക സഖ്യകക്ഷികളും അതിനെ പിന്തുണച്ചപ്പോൾ രാഹുൽ ഗാന്ധി എടുത്ത ഒരു നിലപാടായിരുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞത് അങ്ങനെ ധൃതി പിടിക്കേണ്ട ആവശ്യമില്ല, മറിച്ച് മമതാ ബാനർജിയുടെ കൂടി അഭിപ്രായം അറിഞ്ഞ ശേഷം മാത്രം നിതീഷിനെ കൺവീനർ ആക്കിയാൽ മതി എന്നായിരുന്നു. INDA എന്ന പ്രതിപക്ഷ മുന്നണി രൂപീകരിക്കാൻ മുന്നേ നടന്ന നിതീഷ് കുമാറിന് അതിലും വലിയ ഒരു തിരിച്ചടി ലഭിക്കാനില്ല എന്നതായിരുന്നു സത്യം. പക്ഷേ ഇത് മാത്രമല്ല കാരണം എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം രാമക്ഷേത്രം നിതീഷിനെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. രാമനോ അല്ലെങ്കിൽ അയോധ്യയോ ഒന്നും ഒരിക്കലും BJPയുടെ മാത്രമല്ല, മറിച്ച് അത് രാജ്യത്തെ ജനങ്ങളുടേതാണ്. അതിനോട് ഒരു എതിർ മനോഭാവം കാണിക്കുന്ന കോൺഗ്രസിനൊപ്പം നിൽക്കാൻ JDUവിന് ബുദ്ധിമുട്ടുണ്ട് എന്ന തരത്തിലുള്ള ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്ന് മാത്രമേ മനസ്സിലാക്കേണ്ടതായുള്ളൂ. കാരണം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യയും രാമക്ഷേത്രവും ഒക്കെ ചർച്ചാ വിഷയമാകുമെന്നും ഈ രാമക്ഷേത്രത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന കോൺഗ്രസിനൊപ്പം നിൽക്കുന്നത് തങ്ങളുടെ ഭാവിക്ക് പോലും അപകടമാകുമെന്നുള്ള ഒരു തിരിച്ചറിവ് നിതീഷ് കുമാറിനുണ്ടായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. അങ്ങനെ രാമൻ ഇഫക്റ്റ് രാജ്യത്ത് ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കേവലം സീറ്റുകൾ മാത്രമുള്ള ദക്ഷിണേന്ത്യ ഒഴികെ ബാക്കി എല്ലായിടത്തും അത് പ്രതിഫലിക്കുമെന്നും BJPക്ക് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.